കൂടുതൽ പേരും കൺസൾട്ടേഷൻ്റെ സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യമാണ് എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെലിബ്രിറ്റീസിനെ പോലെ ഒരു ഹൈ വാല്യൂ വുമൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതായത് ലോ വൈബായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറണം. ഇത് കാശുള്ളവർക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പലരും വിചാരിച്ചേക്കുന്നത്. സോ അതങ്ങനെയല്ല എന്നുള്ളതൊരു കാര്യം. അതിന് എന്തൊക്കെ ചെയ്ത് ഈ ഒരു കാര്യം മാറ്റാം, അല്ലെങ്കിൽ ഈ ലോ വൈബിൽ നിന്ന് ഹൈ വാല്യൂ ഉള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ മാറാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണ സുനർച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കണം. എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിക്സ് യുവർ സിലുവറ്റ് എന്നാണ്. സിലുവറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സിലുവറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളുടെ ഷോൾഡേഴ്സ്, അതുപോലെ തന്നെ വെയിസ്റ്റ്, അതുപോലെ തന്നെ ഹിപ്പ്, ഇതൊക്കെ ബാലൻസ്ഡ് ആയിരിക്കണം. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഡ്രസ്സ് ഇട്ട് കാണുന്ന സമയത്ത് അത് ബാലൻസ്ഡ് ആയിട്ട് വേണം വെക്കാൻ. സോ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വെയിസ്റ്റ് എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കുക. ഷോൾഡേഴ്സിൻ്റെ അവിടെ നോർമലി കുറച്ചും കൂടി സ്ട്രക്ചർ കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ടും കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടും ഇരിക്കും. അതുവഴി നമുക്കൊരു പവർ ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ പിന്നീട് നമ്മൾ ഡ്രസ്സ് ഫ്ലോ ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളുടെ ബോഡിയുടെ വെർട്ടിക്കൽ ലൈനിന് കറക്റ്റായിട്ടാണെങ്കിൽ, അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ബോഡി വൈസ് നോക്കുമ്പോൾ നിങ്ങളൊരു ഹൈ വാല്യൂ വിമനെ പോലെ തന്നെ ഫീൽ ചെയ്യും. ഏത് തരം അതായത് ഫാബ്രിക് നിങ്ങൾ യൂസ് ചെയ്താലും ഏത് തരം കളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ആ ഒരു ഹൈ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മേക്കപ്പ് ഔട്ട്ഫിറ്റിന് മാച്ച് ആക്കി എടുക്കുക എന്നുള്ളതാണ്. മേക്കപ്പ് ഔട്ട്ഫിറ്റിന് മാച്ച് ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അതിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഒരേ മേക്കപ്പ് ഒക്കെ തന്നെ ആവും എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ, അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഒട്ടും മേക്കപ്പ് ഇടാതെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടാവും. സോ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ജീൻസോ അല്ലെങ്കിൽ വെസ്റ്റേൺ വെയറോ ഒക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ പൊട്ട് ആഡ് ചെയ്യാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എത്നിക് സ്റ്റൈലിലുള്ള നോർമലി മറ്റേ കുളിപ്പിന്നലൊക്കെ പിന്നുക എന്ന് പറയുന്നത് പോലത്തെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. പോണിറ്റെയിൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് മാറുക. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ പെടുന്ന ജ്വല്ലറി എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ളത് ഇടുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഔട്ട്ഫിറ്റും നമ്മളുടെ ആക്സസറീസും നമ്മളുടെ മേക്കപ്പും തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. ഈ ബന്ധം ഇല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ ലുക്ക് ഭയങ്കര, ഇപ്പം എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ തെറിച്ച് നിൽക്കുകയാണ് ചെയ്യുക. അതൊട്ടും ബാലൻസ്ഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നോർമലി ആൾക്കാർ ജീൻസ്, പെൺകുട്ടികൾ ജീൻസ് ഇടും, ടീഷർട്ടൊക്കെ ഇടും, എന്തെങ്കിലും ഫുഡ്വെയർ ഇടുന്നുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ വിസിബിൾ ആയിട്ട് കാണുന്ന രീതിയിലുള്ള സ്വർണ്ണ പാദസരം ഇട്ടേക്കുന്നത്. അത് ആക്ച്വലി ഭയങ്കര ഓക്വേർഡാണ്. നിങ്ങളുടെ അടുത്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ അത് ഭയങ്കര ഓക്വേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്വൽ ആയിക്കോട്ടെ എത്നിക് ആയിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആക്സസറീസിലും മേക്കപ്പിലും കൂടി ശ്രദ്ധിക്കാൻ നോക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഫിറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതായത് സപ്പോസ് നമ്മളിപ്പം ബോഡി ലാംഗ്വേജ് ആയിട്ട് തീരെ മാച്ച് ആവാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തും നമ്മൾ നിൽക്കുന്ന സമയത്തും നമ്മൾ അതുകൊണ്ട് ഇപ്പം ക്യാരി ചെയ്തിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഫിറ്റായി കിടക്കുക. ബോഡിയുടെ അവിടെ ആയിട്ട് ചില സ്ഥലത്ത് കൂടുതലായിട്ട് ഫാബ്രിക് നിൽക്കുന്നുണ്ടാവും, ചില സ്ഥലത്ത് കൂടുതലല്ലാതെ നിൽക്കുന്നുണ്ടാവും, ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരിടത്ത് ഇരിക്കാൻ പോലും നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് അതിൻ്റെ ഫിറ്റും നമ്മളുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജും ഇത് തമ്മിൽ അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബിക്കോസ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് കോൺഷ്യസ്ലി അല്ല നമ്മൾ മൂവ് ചെയ്യുക, അൺകോൺഷ്യസ് ആയിട്ടാണ് ബോഡി ഒക്കെ എപ്പോഴും മൂവ് ചെയ്യുക എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് ക്രിയേറ്റ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്തിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ അപ്പിയറൻസ് വൈസും നമ്മുടെ മേക്കപ്പ് വൈസും കോസ്റ്റ്യൂമും ഒക്കെ നമ്മൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് പോകുന്നു. പിറ്റേ ദിവസം അതിനേക്കാൾ കൂടുതൽ വേറൊരു ഡ്രമാറ്റിക് ആയിട്ട് പോകുന്നു. പിറ്റേ ദിവസം കാഷ്വൽ ആയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൊത്തത്തിൽ ഐഡന്റിറ്റിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലെ മറ്റുള്ളവർക്ക് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉള്ളതായിട്ട് അവർ ഫീൽ ചെയ്യില്ല. അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്നത് പോലെ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ കാണിച്ച അറ്റൻഷൻ
പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീലായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുക. അത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസി പിടിക്കുക. അതായത് നിങ്ങളുടെ മേക്കപ്പിൻ്റെ കാര്യത്തിലാവാം, നിങ്ങളുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാവാം, അതിലൊക്കെ കളേഴ്സിലൊരു ഐഡൻറ്റിഫിക്കേഷൻ, നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സിലോ എവിടെയെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ. എല്ലാം ഒരുപോലെ ഇരിക്കണം, യൂണിഫോം പോലെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എവിടെയെങ്കിലും ഒരു യൂണിഫോമിറ്റി, നിങ്ങൾ എല്ലാ ദിവസവും കാണുമ്പോൾ ഇത് ഒരേ ആൾ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു യൂണിഫോമിറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അതുവഴി നിങ്ങൾക്കൊരു ഹൈ വാല്യൂ കിട്ടാനുള്ള ഒരു ചാൻസ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാല്യൂ വുമൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളായി മാറുകയല്ല. അതായത് നമ്മളുടെ അല്ലാത്തൊരു ഐഡന്റിറ്റി എടുത്ത് നമ്മൾ ഇടുകയല്ല. കൂടുതൽ ആൾക്കാരും പറയാറുണ്ട് പെട്ടെന്ന് അതിനുള്ള ട്രാൻസ്ഫോർമേഷൻ വന്ന് മൊത്തത്തിൽ അടിമുടി മാറുമ്പോൾ കുറേയധികം റിച്ചായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം പോലെ. പക്ഷെ അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വേറൊരാളായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. നോർമലി നമ്മളുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ മേക്കപ്പിലും ഹെയറിലും ആക്സസറീസിലും ഒക്കെ കുറച്ചൊരു ഇൻറ്റൻഷൻ കൊണ്ടുവന്ന് ഒന്ന് ബാലൻസ്ഡ് ആക്കുന്നു. അത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് നോർമലി നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ, ഒരുപാട് അതിനകത്ത് പൈസ ചിലവാക്കാതെ തന്നെ നമുക്കൊരു ഹൈ വാല്യൂ വുമൻ്റെ ആ ഒരു എന്താ പറയുക ഓറ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.